ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5th യൂണിറ്റായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ട്രാൻസിയൻറ്റ് കറണ്ട്. ഓക്കെ, ട്രാൻസിയൻറ്റ് കറണ്ട് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ബേസിക്കലി അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ടൈമിൽ അല്ലെങ്കിൽ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമിൽ നമ്മുടെ ഒരു സർക്യൂട്ടിൽ നിൽക്കുന്ന കറണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ബേസിക്കലി നമുക്ക് ഈ ട്രാൻസിയൻറ്റ് കറണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ ഒക്കെ ഇതൊക്കെ ചാർജ് ആവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു സ്മോൾ കറണ്ട് അല്ലെങ്കിൽ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് കറണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയത്തേക്ക് വേണ്ടി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കറണ്ടാണ് എന്ത് പറയുക, നമ്മുടെ ഈ ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ട്രാൻസിയൻറ്റ് കറണ്ട് അല്ലെങ്കിൽ വേരിയിങ് കറണ്ട് എന്ന് പറയും. ഓക്കെ, എന്താണ് വേരിയിങ് കറണ്ട്? ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ AC അല്ലെങ്കിൽ നമ്മുടെ DC ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതങ്ങനെ നിൽക്കുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഒരിക്കലും അതവിടെ ഡിലേ ആയി പോകുന്നില്ല അല്ലെങ്കിൽ അത് ഡീക്കേ ആയി പോകുന്നില്ല. ഓക്കെ, ഒരു നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ വീട്ടിൽ വരുന്ന കറണ്ട് തന്നെ 230 വോൾട്ട് AC ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, ത്രൂ ഔട്ട് ദ ടൈം അത് 230 വോൾട്ട് AC നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ബാറ്ററി 9 വോൾട്ട് ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 വോൾട്ട് ബാറ്ററി എന്ത് ചെയ്യും, 9 വോൾട്ട് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, എല്ലാ സമയത്തും അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ സാധാരണ AC കറണ്ട് അല്ലെങ്കിൽ DC കറണ്ട് എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, വേരിയിങ് കറണ്ടാണ്. അതായത് വൺസ് അതിപ്പോൾ നമ്മുടെ കപ്പാസിറ്റി ചാർജ് ആവുന്നു, ചാർജ് ആകുമ്പോൾ ഇങ്ങനെ കൂടുന്നുണ്ട്, ദെൻ ചാർജ് കുറയുന്ന എന്ത് ചെയ്യുന്നു, അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന കറണ്ടുകളാണ് എന്ത് പറയുന്നത്, ട്രാൻസിയൻറ്റ് കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ വേരിയിങ് കറണ്ട് എന്ന രീതിയിൽ നമ്മളവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഗ്രോത്ത് ആൻഡ് ഡീക്കേ ഓഫ് കറണ്ട് ഇൻ LR സർക്യൂട്ട്, ദെൻ CR സർക്യൂട്ട്, പിന്നെ മെഷർമെൻറ്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് ബൈ ലീക്കേജ് മെത്തേഡ്, ദെൻ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ടു LCR സർക്യൂട്ട്. ഓക്കെ, അങ്ങനെ ടോട്ടലി 4 ടോപ്പിക്സ് ആണ് നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. ആദ്യം LRൻ്റെയും CRൻ്റെയും ഗ്രോത്തും ഡീക്കേയും, ദെൻ ഹൈ റെസിസ്റ്റൻസ് മെഷർമെൻറ്റും, ദെൻ ലാസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്, നമ്മുടെ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിങ്, അതായത് LCR സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ചാർജിങ് ഡിസ്ചാർജിങ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് എന്താണ്, ഗ്രോത്ത് ആൻഡ് ഡീക്കേ ഓഫ് കറണ്ട് ഇൻ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ്. ഓക്കെ, അതാണ് LR സർക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രോത്ത് നോക്കാം. ഗ്രോത്ത് ഓഫ് കറണ്ട് ഇൻ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ്. ഓക്കെ, ഗ്രോത്ത്, റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നത്, LR സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, LR സർക്യൂട്ട് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, LR സർക്യൂട്ട്. അപ്പോൾ നമുക്ക് LR സർക്യൂട്ട് എന്ന് കേട്ടാലും then അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് കേട്ടാൽ എന്നുള്ളത് മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കുക. കാരണം നമ്മുടെ ഇൻഡക്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് L എന്ന് പറയുന്നത്. ഓക്കെ, L, ദെൻ R എന്താണ്, നമ്മുടെ റെസിസ്റ്റൻസ് ആണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു സർക്യൂട്ട് നമുക്കിവിടെ വരയ്ക്കണം. ഓക്കെ, സർക്യൂട്ട് നമുക്ക് വരയ്ക്കണം. അപ്പോൾ നമ്മൾ സർക്യൂട്ട് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട്, ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡക്ടർ വരയ്ക്കുക. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ സർക്യൂട്ടിൽ ഇപ്പോൾ എന്തില്ല, കപ്പാസിറ്റർ ഇല്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസും വരയ്ക്കുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ ഇൻഡക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് വേണമായിരിക്കും, നമുക്കൊരു ബാറ്ററി സോഴ്സ് വേണം. കാരണം ബാറ്ററി സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെസിസ്റ്റൻസ് വഴി നമ്മൾ ഇൻഡക്ടറിനെ അവിടെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ റെസിസ്റ്റൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല ഒരിക്കലും. ഓക്കെ, നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കറണ്ടിനെ അതുവഴി പാസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ പാസിങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ റെസിസ്റ്റൻസ് വരുന്നുള്ളൂ. അതേസമയം ഇൻഡക്ടറിനും കപ്പാസിറ്ററിനുമാണ് എന്തുള്ള പ്രോപ്പർട്ടികളുള്ളത്, നമുക്ക് അവിടെ ചാർജ് ആവാനും ഡിസ്ചാർജ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആർക്കാണുള്ളത്, നമ്മുടെ ഇൻഡക്ടറിനും കപ്പാസിറ്റേഴ്സിനുള്ള. ഇൻഡക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് സ്റ്റോർ ചെയ്യും, അതേസമയം നമ്മുടെ കപ്പാസിറ്റർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് ചെയ്യും, ചാർജ് സ്റ്റോർ ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അവിടെ വർക്കിംഗ് വരുന്നത്. സോ ഇവിടെ നമ്മുടെ ബാറ്ററി സോഴ്സ് വരുന്നുണ്ട്, E എന്ന് പറയുന്ന ബാറ്ററി സോഴ്സ് ആണ്. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ K എന്ന് പറയുന്ന ഒരു കീ നമ്മളോട് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കവിടെ ഒരു സമയത്ത് ഇതിനെ ചാർജ് ചെയ്യണം, ദെൻ നമുക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ചാർജ് ചെയ്യുന്ന ഓണും ഓഫും ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു കീ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ,
അപ്പോൾ അത്രയും അവിടെ നമ്മൾ നോക്കുക. ദെൻ അതിനുശേഷം എന്താ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് ഡ്രോ ചെയ്തു. അപ്പോൾ നമ്മൾ ഡ്രോ ചെയ്ത സർക്യൂട്ടിൽ അവിടെ ഇൻഡക്റ്റൻസ് എല്ലുണ്ട്. ഓക്കെ, ഇൻഡക്റ്റൻസ് എല്ലുണ്ട് ആൻഡ് പിന്നെ എന്തുണ്ട് റെസിസ്റ്റൻസ് ആർ. ഓക്കെ, റെസിസ്റ്റൻസ് ആറും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇൻഡക്റ്റൻസ് എല്ലും റെസിസ്റ്റൻസ് ആറും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവിടെ ഇ എന്ന് പറയുന്ന ഇ എം എഫോട് കൂടിയ ഒരു സെല്ലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ കെ എന്ന് പറയുന്ന കീ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാക്സിമം കറണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് നമ്മൾ കീ ഇപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുക മീൻസ് ഇങ്ങനെ ആക്കുക, ഇതാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഇതൊരു മാക്സിമം കറണ്ടിലെത്തും. ഓക്കെ, അതായത് ഇതൊരു കറണ്ട് പാസ് ചെയ്ത് നമ്മൾ ഇൻഡക്ടറിൻ്റെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാക്സിമം കറണ്ടിൽ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുന്ന മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് I0 ആണ്. അപ്പോൾ I0 എന്താണ്, ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ, വാല്യൂ ഓഫ് കറണ്ട് ആണ് നമ്മുടെ I0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഗ്രോത്ത് നടക്കുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് നടക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ചാർജ് ആകുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂടി പോകും. കണ്ടോ, ഈ ഒരു ഗ്രാഫ് പോലെയാണ് ഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു കറണ്ട് നോക്കുവാണ്. ഈ ഒരു ഇൻസ്റ്റൻറ്റിലെ കറണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിലെ കറണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ I എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്താണ് I എന്ന് പറയാൻ പറ്റും. വാട്ട് ഈസ് I? I ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഓക്കെ, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ് എന്ത് പറയുന്നത് അവിടെ I എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇത് കംപ്ലീറ്റ് മാക്സിമം ഇവിടെ എത്തുമ്പോഴാണ് I0 ആയിട്ട് മാറുന്നത്. ദെൻ ഇവിടെ നിന്ന് സ്റ്റാർട്ടായി ഇതുവരെ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒരു കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് അവിടെ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ കറണ്ട് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ കറണ്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കവിടെ കിട്ടി. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഒരു ഇൻഡക്ടറിൽ നമ്മൾ പറഞ്ഞല്ലോ ഇത് ചാർജായെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ചാർജ് ആകുമ്പോൾ ഇത് ഇൻഡക്ടർ എന്ന് വെച്ചാൽ കോയിൽസ് ആണ്, നമ്മൾ സോളിനോയിഡാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചുറ്റും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ എന്ത് ചെയ്യും, വീണ്ടും ഇൻഡക്ടറിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? എന്ത് ചെയ്യുന്നു, ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു EMF കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ബാക്ക് EMF എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാലോ വേരിയിങ്, അതായത് നമ്മുടെ കറണ്ട് ക്യാരിയിങ് ലൂപ്പിൽ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, വോൾട്ടേജ് EMF പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബയോട്ട് സാവർട്ട് ലോ തുടങ്ങിയ ലോസ് നമ്മളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇൻഡ്യൂസ്ഡ് ബാക്ക് EMF നമുക്ക് എപ്സിലോൺ എന്ന് വിളിക്കാം. എപ്സിലോൺ ഇസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt. ഓക്കെ, -L ഇൻറ്റു di/dt. ഓക്കെ, ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. നമ്മുടെ ഇൻഡക്റ്റൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബാക്ക് EMFൻ്റെ ഇക്വേഷനാണ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ EMF, അതായത് നമ്മുടെ ഇൻഡക്റ്റൻറ്റിന് അക്രോസ് ആയിട്ട് ഇവിടെ ഈ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ദെൻ അതിന് പുറമേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാക്ക് EMF ആയതുകൊണ്ട് ഒരു മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത്, അല്ല നെഗറ്റീവ് എന്ന് കാണിക്കാനല്ല, ബാക്ക് EMF ആയതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത് ഒരു മൈനസ് സൈൻ നമ്മളവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ റെസിസ്റ്ററിൽ കൂടി ഒരു കറണ്ട് പാസ് ചെയ്യുന്നു I എന്ന് പറയുന്നത്. സോ I എന്ന് പറയുന്നൊരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് R/I എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആവുന്നുണ്ട്. മനസ്സിലായോ? എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വോൾട്ടേജ് എന്ത് ചെയ്യുന്നു അവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, R/I എന്ന രീതിയിൽ ഒരു വോൾട്ടേജ് എന്ത് ചെയ്യുന്നു അവിടെ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു വോൾട്ടേജ് അവിടെ ഡ്രോപ്പായി. ഓക്കെ, V എന്ന് പറയുന്ന വോൾട്ടേജ് എന്ത് ചെയ്തു അവിടെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ E is equal to -L ഇൻറ്റു di/dt എന്ന് പറയുന്ന അവിടുത്തെ ബാക്ക് EMFും നമുക്ക് ടോട്ടൽ EMF അല്ലെങ്കിൽ ഈ സർക്യൂട്ടിൽ കൂടി പോകുന്ന കംപ്ലീറ്റ് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു RI പ്ലസ് L ഇൻറ്റു di/dt. ഓക്കെ, എന്താണ് RI പ്ലസ് L ഇൻറ്റു di/dt ഈസ് ഈക്വൽ ടു RI പ്ലസ് L ഇൻറ്റു di/dt മീൻസ് എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ EMF അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന ഈ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അത് R/I എന്ന രീതിയിലും L ഇൻറ്റു di/dt എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു അവിടെ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മുടെ കറണ്ട് മാക്സിമത്തിലെത്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡക്ടർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻസ്റ്റൻറ്റിലും ചാർജായി അങ്ങനെ ഒരു മാക്സിമം വാല്യൂയിലൂടെ എത്തി, പീക്ക് വാല്യൂവിൽ എത്തി. അപ്പോൾ അതാണ് നമ്മുടെ I0 എന്ന് പറയുന്ന മാക്സിമം വാല്യൂ. ഓക്കെ, മാക്സിമം
വാല്യൂ. I0 എന്ന് പറഞ്ഞ മാക്സിമം വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ദ പീക്ക് വാല്യൂ. ഓക്കെ, കറണ്ടിൻ്റെ പീക്ക് വാല്യൂ. അപ്പോൾ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ആവുന്ന സമയത്ത്, ഓക്കെ, പീക്ക് വാല്യൂ ആവുക മീൻസ് അവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ കറണ്ട് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്കവിടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ EMF കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കറണ്ട് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു L/di/dt നമ്മൾ പറഞ്ഞില്ലേ ഫാക്ടർ, അതെന്തായിപ്പോൾ അവിടെ 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? എന്താണ് നമ്മുടെ കറണ്ട് മാക്സിമം എത്തുന്ന സമയം, അതായത് I0 വാല്യൂ എത്തുന്ന സമയത്ത് L/di/dt ഈസ് ഈക്വൽ ടു എന്തായിപ്പോൾ 0 ആവും. അതായത് എന്ത് പറ്റി അവിടെ, നമുക്കവിടെ കറണ്ട് മാക്സിമത്തിലെത്തി. കറണ്ട് മാക്സിമം ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്ക് EMF അവിടെ 0 ആവും. ഓക്കെ, അതാണ് L/di/dt ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മളവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. L/di/dt ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് I0 ആയ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് മാക്സിമം ആയ സമയത്ത് എന്ത് കിട്ടുന്നു, ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു R/I0. ഓക്കെ, E ഈസ് ഈക്വൽ ടു R/I0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, I0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, നമുക്കിവിടെ ഈസ് ഈക്വൽ ടു I0 ഈസ് ഈക്വൽ ടു അല്ല, I0 ആകുന്ന സമയത്ത് ഈസ് ഈക്വൽ ടു R/I0 എന്നായിരുന്നു നമുക്ക് എന്ത് കിട്ടിയ വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കവിടെ നമ്മുടെ R0 വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എടുക്കാം. ഓക്കെ, R0 അല്ല, R/I0 എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ എന്താണ്, ഈസ് ഈക്വൽ ടു R/I0. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് മുകളിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ എന്ത് കിട്ടും, ദാറ്റ് ഈസ് R/I0 ഈസ് ഈക്വൽ ടു R/I പ്ലസ് L/di/dt. ഓക്കെ, എന്തായി, R/I0 ഈസ് ഈക്വൽ ടു R/I പ്ലസ് L/di/dt. ഓക്കെ, എന്താ ചെയ്തത്, വേറൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് മാക്സിമം കറണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്ക് EMF ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്ക് EMF ഇല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് മാത്രം ഡ്രോപ്പ് ആകപ്പെടുന്ന വോൾട്ടേജ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, R/I0 എന്ന രീതിയിൽ നമ്മളോട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ തൊട്ട് മുകളിലത്തെ ഇക്വേഷനിലോട്ട് നമ്മളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ R/I0 അല്ല കേട്ടോ, R/I0 ഈസ് ഈക്വൽ ടു R/I പ്ലസ് L/di/dt നമുക്ക് വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ R/I0 മൈനസ് R/I ഈസ് ഈക്വൽ ടു L/di/dt. ഓക്കെ, L/di/dt. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കവിടെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി R-നെ ഒന്ന് കോമൺലി ഔട്ട് സൈഡിലോട്ട് മാറ്റാമല്ലോ. ഞാൻ R-നെ കോമൺലി ഔട്ട് സൈഡിലോട്ട് മാറ്റുന്നുണ്ട്. R-നെ കോമൺലി ഔട്ട് സൈഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ കിട്ടുന്നത് I0 മൈനസ് I എന്നായിരിക്കും. ഓക്കെ, I0 മൈനസ് I എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു L/di/dt. ഓക്കെ, L/di/dt. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഐയുടെ ഫാക്ടേഴ്സ് ഇല്ലേ, ഓക്കെ, ഇവിടെ ഇപ്പോൾ I0യും Iയും ഉണ്ട്, ഇവിടെ DI ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റുന്ന സമയത്ത് ദാറ്റ് ഈസ് DI ഡിവൈഡ് ബൈ എന്ത് വരും, I0 മൈനസ് I. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ദെൻ ഇതിനങ്ങോട്ട് കൊണ്ടുപോവാണ്, വിച്ച് ഇസ് ഈക്വൽ ടു R/L ഇൻറ്റു DT. ഓക്കെ, എന്തായി, DI ബൈ I0 മൈനസ് I ഈസ് ഈക്വൽ ടു R/L ഇൻറ്റു DT എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളിതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ, നമ്മളിതിനെ ഇൻ്റഗ്രേറ്റിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും, നമ്മളിത് 1/I0 മൈനസ് I ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 1/x log x എന്ന് നമുക്ക് കിട്ടാം, മൈനസ് log x എന്ന് കിട്ടാം. സോ അതുപോലെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സോ മൈനസ് ലോഗ് I0 മൈനസ് I എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ R/L കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും കോൺസ്റ്റൻ്റ് ആണ്, ടൈമിനനുസരിച്ചാണ് അവിടെ വേരിയും കിടക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ DT നമുക്ക് എന്ത് കിട്ടും, T എന്ന് കിട്ടും. അപ്പോൾ അത് R/L ഇൻറ്റു T പ്ലസ് C എന്ന് കിട്ടും. ഓക്കെ, R/L ഇൻറ്റു T പ്ലസ് C എന്ന് നമുക്ക് എന്ത് കിട്ടുന്നത്, വാല്യൂ നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ C എന്താണ്, C ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ് നമ്മുടെ C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻസ് നമ്മളോട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മളവിടെ ഇനിഷ്യൽ കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ട്. എന്തായിരിക്കും? നമ്മുടെ ടൈം 0 ആയിരുന്ന സമയത്ത്, ഓക്കെ, t = 0 ആയിരുന്ന സമയത്ത് i എന്തായിരുന്നു? i എവിടെ 0 ആയിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ സർക്യൂട്ടൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തു, ദെൻ ഇൻഡക്ടർ കണക്ട് ചെയ്തു. ഓക്കെ, ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബാറ്ററി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ അവിടെ നമ്മൾ കീയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ t = 0 എന്ന് പറയുമ്പോൾ ഞാൻ ഈ ബാറ്ററി സോഴ്സും ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ സമയം. ഓക്കെ, അപ്പോൾ t = 0 ഇനിഷ്യലി അവിടെ എന്താണ്? കറണ്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ t = 0 എന്ന സമയത്ത് അവിടുത്തെ കറണ്ട് എന്തായിരുന്നു? i അവിടെ 0 ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ iക്ക് ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ i ഇവിടെ 0 ആകുന്നുണ്ട്. ഓക്കെ, ഇത് 0 ആവുന്നു. ഈ t എന്താവും? അവിടെ 0 ആയിട്ട് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാല്യൂ എന്ത് കിട്ടും? ദാറ്റ് ഇസ് മൈനസ് ലോഗ് I0 മൈനസ് സി എന്ന് കിട്ടും. ഓക്കെ, മൈനസ് സി അല്ല, ഈക്വൽ ടു സി എന്ന് കിട്ടും. ഓക്കെ, മൈനസ് പറഞ്ഞാൽ ഇതിന് അപ്പുറത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, വേണ്ട, ലോഗ് മൈനസ് ലോഗ് I0 = സി എന്ന് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഓക്കെ, സിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ലോഗ് I0 മൈനസ് ഐ, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു R/L ഇൻറ്റു ടി മൈനസ് ലോഗ് ടു ദ ബേസ് I0. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? നമുക്കവിടെ വാല്യൂ മാറുന്നുണ്ട്. നമുക്കിത് ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്തൂടെ? ഓക്കെ, എങ്ങനെ അറേഞ്ച് ചെയ്യാം? ദാറ്റ് ഈസ് ലോഗ് I0 മൈനസ് ഐ. ഓക്കെ, I0 മൈനസ് ഐ. ഓക്കെ, നമുക്ക് ഈ ലോഗ് ഇപ്പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അത് മൈനസ്, അതായത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മൈനസ് പോയി, ഞാനിവിടെ മൈനസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഗ് I0 എന്നായി. ഓക്കെ, ലോഗ് I0 എന്നായിട്ടുണ്ട്. എന്ത് കിട്ടാം? ദാറ്റ് ഈസ് ഈക്വൽ ടു R/L ഇൻറ്റു ടി. ഓക്കെ, R/L ഇൻറ്റു ടി എന്ന് കിട്ടി. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി. ഓക്കെ, അതായത് ഇത് ഐഡൻറ്റിറ്റിയാണ്. എന്താണ്? നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് A/B ആണ് കേട്ടോ. ലോഗ് A/B. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തഡാണ്. ഇതിപ്പോൾ എ ആണ്, ഇത് ബി ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ലോഗ് A/B എന്ന് വരും. ദാറ്റ് ഈസ്, അപ്പോൾ എന്ത് കിട്ടും? ലോഗ് I0 മൈനസ് ഐ ഡിവൈഡ് ബൈ I0 എന്ന് കിട്ടും. ഓക്കെ, I0 വിച്ച് ഇസ് ഈക്വൽ ടു R/L ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ ലോഗ് I0 മൈനസ് I/I0 ഈസ് ഈക്വൽ ടു R/L ഇൻറ്റു ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലോഗിന് ഇവിടെ നിന്ന് മാറ്റണം. ഓക്കെ, ലോഗിന് എന്ത് ചെയ്യണം? എനിക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ലോഗറിതമിക് ഫോം മാറ്റാനായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ്പോണൻഷ്യൽ ടേം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെയും എക്സ്പോണൻഷ്യൽ ടേം കൊടുക്കും, ഇവിടെ എക്സ്പോണൻഷ്യൽ ടേം കൊടുക്കും. അപ്പോൾ എക്സ്പോണൻഷ്യലും ലോഗും എന്ന് വെച്ചാൽ ഇൻവേഴ്സ് റിലേഷൻസ് ആണ്. സോ ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യൽ ലോഗും കൂടി അത് ക്യാൻസലായി പോകും. ബാക്കി എന്ത് മാത്രം കിട്ടും? ദിസ് വി ഗോട്ട് ദ വാല്യൂ ഫോർ എന്ത് കിട്ടാം? I0 മൈനസ് ഐ ഡിവൈഡ് ബൈ I0. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടാം? നമുക്കൊരു എക്സ്പോണൻഷ്യൽ ടേം കിട്ടാം, ഇ റൈസ് ടു മൈനസ് R/L ഇൻറ്റു ടി. ഓക്കെ, ഈ ഒരു ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി I0 ഒക്കെ മാറ്റി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 1 മൈനസ് I/I0. ഓക്കെ, 1 മൈനസ് I/I0 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് R/L ഇൻറ്റു ടി എന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒബ്റ്റെയിൻ ചെയ്തു. ഓർ I ഈസ് ഈക്വൽ ടു I0 1 മൈനസ് ഇ റൈസ് ടു മൈനസ് R/L ഇൻറ്റു ടി എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇതെന്താണ്? ഇവിടുത്തെ കറണ്ടിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു എക്സ്പോണൻഷ്യൽ ടേം നിൽക്കുന്നത് കണ്ടോ? ഓക്കെ, ഒരു എക്സ്പോണൻഷ്യൽ ടേം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് നമ്മുടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? I0 എങ്ങനെയാണ്? എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോണൻഷ്യലി അത് അവിടെ എന്ത് ചെയ്യാണ്? അവിടെ ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഒരു ഇ റൈസ് ടു എക്സിൻ്റെ ടേം വന്നത്. അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ടേം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? കറണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ഇൻക്രീസിങ് എക്സ്പോണൻഷ്യലി. ഓക്കെ, എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഇതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അവിടെ എല്ലിൻ്റെ ആറിൻ്റെ വാല്യൂസ് മാറുന്നതനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? കറണ്ട് അവിടെ എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോൾ അവിടെ മാക്സിമം വാല്യൂ എത്തും നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്കിവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുക്കുന്നതിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു എല്ലും ആറും ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എല്ലും ആറും നമ്മളോട് ഇപ്പോൾ ജസ്റ്റ് ഈക്വൽ ആണ് എടുക്കുന്നു. ഓക്കെ, ആറും എല്ലും അവിടെ ഈക്വൽ ആണ് എടുക്കുന്നുണ്ട്. അത് ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഈക്വൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, അതായത് L/R
ആർ ഇസ് ഈക്വൽ ടു ടി, അതായത് എൽ ബൈ ആർ ചെയ്യുമ്പോൾ നമുക്ക് കൊടുത്ത ടൈം കിട്ടും. അപ്പോൾ ഇവിടെ ടൈം വെച്ച് ചെയ്യുന്ന സമയത്ത് ടി ബൈ ടി എന്ന് വരും, അങ്ങനെ -1 വരും, e⁻⁻1 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഇസ് ഐ ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു 1-1/e എന്ന് വരും. ഓക്കെ, 1-1/e വിച്ച് ഇസ് ഈക്വൽ ടു 0.6321 I0 എന്ന് കിട്ടും. ഓക്കെ, എന്ത് കിട്ടി? I ഇസ് ഈക്വൽ ടു 0.6321 I0 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ ടൈം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഇസ് എ ടൈം ടേക്കൺ ബൈ ദ കറണ്ട് ടു ഗ്രോ ഫ്രം 0 to 0.632 ടൈംസ് ദ സ്റ്റഡി മാക്സിമം വാല്യൂ ഓഫ് ദ കറണ്ട്. ഓക്കെ, അതായത് മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഗ്രോ ചെയ്ത് 0.62 ടൈംസ് I0 എത്താൻ എന്ത് എടുക്കുന്ന സമയമാണ് നമ്മളിവിടുത്തെ ടൈം കോൺസ്റ്റന്റ് എന്ന് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോത്ത് ഓഫ് കറണ്ട് ഇൻ LR സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു ഇൻഡക്ടറും റെസിസ്റ്ററും ഉള്ള സർക്യൂട്ടിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കവിടെ കറണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്, ആ ഒരു പ്രോസസ്സ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ അല്ലേ അത്? ഓക്കെ, അപ്പോൾ സിമ്പിൾ അല്ലേ ആ ഒരു കാര്യം? ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, അവിടെ സർക്യൂട്ട് ഡയഗ്രാം പ്ലോട്ട് ചെയ്യണം. സർക്യൂട്ട് വരച്ചതിന് ശേഷം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. നമുക്കിപ്പോൾ അവിടെ റെസിസ്റ്ററും ഒരു ഇൻഡക്ടറുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇൻഡക്ടറിന് അവിടെ ഒരു ബാക്ക് EMFൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. സോ അവിടെ ബാക്ക് EMF വരും. പക്ഷെ നമ്മൾ പറയുന്നുണ്ട് അവിടെ നമുക്ക് മാക്സിമം എത്തുന്ന സമയത്ത് പിന്നെ ബാക്ക് EMF ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ അവിടെ ഇക്ക് ഉള്ള വാല്യൂ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R ഇൻറ്റു I0 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കി പിന്നെ എല്ലാം സിംപ്ലിഫിക്കേഷനാണ്. പിന്നെ അവിടെ നമ്മൾ ഇൻറ്റഗ്രേഷൻ കൊടുക്കുന്നു. ഇൻറ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ലോഗറിതമിക് ഫോം വരും. പിന്നീട് ലോഗറിതമിക് ഫോം സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലോഗ് മാറ്റാനായിട്ട് അവിടെ എക്സ്പോണൻഷ്യൽ ടേം കൊടുക്കുന്നു. അങ്ങനെ നമുക്കൊരു എക്സ്പോണൻഷ്യൽ ടേം കിട്ടാം. പിന്നെ അത് നമ്മൾ ടൈമിൻ്റെ ഇതിലോട്ട് മാറ്റുകയാണ്. എക്സ്പോണൻഷ്യൽ ടേമിൻ്റെ ഫാക്ടർ R/L എന്ന് പറയുന്നെങ്കിൽ L/R, R/L അല്ല L/R ആണ്. അപ്പോൾ എന്നാലും നമുക്ക് 1/t വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ L/R അവിടെ T ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ e⁻⁻1 എന്ന് വരും. ദാറ്റ് ഇസ് I ഇസ് ഈക്വൽ ടു I0 I0 ഇൻറ്റു 1 - e⁻⁻1 അല്ലെങ്കിൽ 1/e എന്ന വാല്യൂ എന്ത് ചെയ്തേ നമ്മളവിടെ എടുത്തത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രോത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് സർക്യൂട്ടാണ്? LR സർക്യൂട്ട്. ഓക്കെ, LR സർക്യൂട്ട് ഇൻഡക്ടറും റെസിസ്റ്ററും ഉള്ള സർക്യൂട്ടാണ്. അപ്പോൾ അതിൽ ഗ്രോത്തും ഉണ്ട്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ആ DK നമ്മളവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, DK നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ദെൻ അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ DK എന്ത് ചെയ്യും, അവിടെ സംഭവിക്കും. ഓക്കെ, വൺസ് അത് ചാർജ് ആവും, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഡിസ്ചാർജ് ആവും. ഓക്കെ, അതാണ് DK നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആക്കല്ല. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്ത് തന്നെയാണ്, ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് അവിടുത്തെ ചാർജിങ്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ആണ് എന്ത് ചെയ്ത് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. ഗ്രോത്ത് ഇൻ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്ടർ സർക്യൂട്ട് അല്ലെങ്കിൽ LR സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ DK കൂടി നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് DK ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് L ആൻഡ് R. ഓക്കെ, DK ഓഫ് കറണ്ട് in LR സർക്യൂട്ട്. ഓക്കെ, LR സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ട് നമ്മൾ പ്രത്യേകിച്ച് വരയ്ക്കണ്ട. ഫസ്റ്റ് നമ്മൾ നേരത്തെ വരച്ചില്ലേ, ആ സർക്യൂട്ട് നമുക്ക് മതി. നമുക്കിവിടെ കോപ്പി ചെയ്തിരിക്കാം സർക്യൂട്ടിനെ. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു സർക്യൂട്ട്. ഓക്കെ, ഈ സർക്യൂട്ടാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു സർക്യൂട്ട് ഇപ്പോൾ എന്താ, ഞാൻ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഞാനിതിനെ ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അതുവഴി കറണ്ട് ഫ്ലോ ചെയ്തില്ല. ഓക്കെ, സർക്യൂട്ട് ബ്ലോക്ക് ആവുന്നുണ്ട്, ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ആവുന്ന സമയത്ത് അവിടെ എന്താവും, അവിടെ പിന്നെ EMF ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ അതിൽ ഇതിൻ്റെ EMF മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, E is equal to RI പ്ലസ് L ഇൻറ്റു DI/dt. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഇക്വേഷൻ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു കീ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ എന്തായിപ്പോൾ, വിൽ ചേഞ്ചസ് ടു 0. ഓക്കെ, അവിടെ 0 ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ എന്തായിട്ട് മാറുന്നുണ്ട്, 0 ഈസ് ഈക്വൽ ടു RI പ്ലസ് L ഇൻറ്റു DI/dt. ഓക്കെ, RI പ്ലസ് L ഇൻറ്റു DI/dt. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ബിക്കോസ് നമുക്കവിടെ കറണ്ട് ഇല്ല ഇനി, സോറി വോൾട്ടേജ് 0 ആണ്, അല്ലെങ്കിൽ EMF അവിടെ 0 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ ആകെ വരുന്ന ഒരു ഇക്വേഷൻ 0 ഈസ് ഈക്വൽ ടു RI ഇൻറ്റു L ഇൻറ്റു DI/dt ആണ് നമുക്കവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇവിടെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഐയുടെ ഫാക്ടേഴ്സ് ഒരു സൈഡിലോട്ടും ബാക്കി ഒരു സൈഡിലോട്ടും മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് DI/I. ഓക്കെ, DI/I എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു -R/L ഇൻറ്റു
ഡി ടി. ഓക്കെ, എന്താണ് മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ഡി ടി എന്ന വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രേറ്റിംഗ്. അപ്പോൾ നമ്മളിതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് 1/i ആണ്. ഓക്കെ, 1/iയുടെ ടേംസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 1/x ലോഗ് എക്സ് നമുക്ക് എടുക്കാൻ പറ്റും പറഞ്ഞു. ഓക്കെ, ഇവിടെ നമുക്ക് ഡി ടി ആണ് നിൽക്കുന്നത്. സോ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ നോക്കുമ്പോൾ ഓക്കെ എന്ത് കിട്ടും, അപ്പോൾ ലോഗ് ഇ ഐ എന്നുള്ളത് ലോഗ് എക്സ് പോലെ നമുക്ക് ആ ലോഗ് ഇ ഐ എന്ന് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഇവിടുത്തെ എന്തായിരിക്കും, മൈനസ് ആർ ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്. സോ ടേക്കിംഗ് ഔട്ട് സൈഡ് ബാക്കി ഇവിടെ ഇൻ്റഗ്രൽ ഡി ടി കിട്ടും. അതെന്തായിട്ട് മാറും, ടി എന്നായിട്ട് മാറും. പ്ലസ് സി, വേർ സി ഈസ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്, സിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. നമ്മൾ നേരത്തെ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ടി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഐ ഈക്വൽ ടു എന്തായിരിക്കും, നേരത്തെ ടി ഈക്വൽ ടു 0 ആയ സമയത്ത് ഐയുടെ വാല്യൂ എന്തായിരുന്നു, ഇവിടെ ഒന്ന് നോക്കിക്കേ. നമ്മൾ എഴുതിയെടുത്ത് ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയിരുന്നല്ലോ. ദാറ്റ് ഈസ് ഐ ടി ഈക്വൽ ടു 0 അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഐയുടെ വാല്യൂ 0 ആയിരുന്നു. എന്തുകൊണ്ടാണ്, ബിക്കോസ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തതേ ഉള്ളൂ. ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചാർജിങ് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ടി ഈക്വൽ ടു 0 ആയിരുന്ന സമയത്ത് ഐയുടെ വാല്യൂ അവിടെ 0 ആയിരുന്നു. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ മാക്സിമം വാല്യൂവിൽ നിൽക്കുവാണ്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ്, നമ്മുടെ ഈ ഒരു ഇൻഡക്ടർ മാക്സിമം ചാർജ് കയറി നിൽക്കുവാണ്. അപ്പോൾ മാക്സിമം ചാർജ് നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം I0 ആണ് മാക്സിമം. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഡൗൺലോഡ് വരേണ്ടത്. ഡി കെ സംഭവിക്കണമെങ്കിൽ മാക്സിമത്തിൽ നല്ല മിനിമത്തോട്ട് വരാൻ പറ്റും. ഓക്കെ, ഡി കെ ആണ് മാക്സിമ ടു മിനിമം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയം ടി ഈക്വൽ ടു 0 ആണ്. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയം നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമത്തിൽ നിൽക്കുന്നു, നമ്മൾ ഒബ്സർവേഷൻ നോക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത സമയത്ത് അവിടെ I0 എന്താണ്, ഐയുടെ വാല്യൂ എന്താണ്, I0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റിക്കരുത്. നമുക്ക് ഗ്രോത്ത് പഠിക്കുമ്പോൾ ടി ഈക്വൽ ടു 0 ആയിരുന്ന സമയത്ത് I ഈക്വൽ ടു 0 ആയിരുന്നു. അതേസമയം നമ്മൾ ഡി കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡി കെ നോക്കുന്ന സമയത്ത് ടി ഈക്വൽ ടു 0 ആയിരുന്ന സമയത്ത് I ഈക്വൽ ടു I0 ആണ്. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് കറക്റ്റായിട്ട് നിങ്ങളവിടെ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നുണ്ട്. സോ ദസ് വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ ലോഗ് ഇ I0 ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ എന്താണ്, സി ഈസ് ഈക്വൽ ടു ലോഗ് I0. അങ്ങനെ ഈ ഒരു വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലോഗ് ഇ ഐ ഈസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി പ്ലസ് ലോഗ് I0. ഓക്കെ, ലോഗ് I0. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടിയല്ലോ. നമുക്കിനി റീഅറേഞ്ച് ചെയ്യാം. തൊട്ട് മുൻപത്തെ പോലെ തന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലോഗ് ഇ ഐ ബൈ I0. ഓക്കെ, ലോഗ് ഇ ഐ ബൈ I0 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. ഓക്കെ, മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി ലോഗ് മാറ്റാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ ടേം എടുക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യൽ കൊടുക്കും, ഇവിടെ എക്സ്പോണൻഷ്യൽ കൊടുക്കും. ഇവിടുത്തെ എക്സ്പോണൻഷ്യലും ലോഗും ക്യാൻസലായി പോകും. ബാക്കി എന്ത് മാത്രം വരും, ദറ്റ് ഇസ് ഐ ബൈ I0 വരും. ഓക്കെ, ഐ ബൈ I0 വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് കിട്ടും. ഓക്കെ, ഐ ബൈ I0 ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് കിട്ടും. ദറ്റ് ഇസ് ഐ ഇസ് ഈക്വൽ ടു I0 ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ ഒരു 1 മൈനസ് ഉണ്ടായിരുന്നു. ഇവിടെ എന്തില്ല, നമുക്ക് ആ ഒരു 1 മൈനസ് ഇവിടെ വരുന്നില്ല. ഓക്കെ, അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഓക്കെ, രണ്ടും സെയിം ആണ് വിചാരിക്കില്ല. അവിടെ ഒരു 1 മൈനസ് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്നാണ് വരുന്നത്. ഇവിടെ 1 മൈനസ് ഇല്ല. ഓക്കെ, ദാറ്റ് ഇസ് ഐ ഈക്വൽ ടു I0 ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്നാണ് എന്ത് ചെയ്യുന്നത്, വാല്യൂ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഡി കെയുടെ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡി കെയുടെ ഒരു ഗ്രാഫ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, അവിടുത്തെ ഡി കെ വാല്യൂ. ഓക്കെ, ഐ ഈക്വൽ ടു I0 ഇ റൈസ് ടു മൈനസ് ആർ ബൈ എൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ എക്സ്പോണൻഷ്യൽ ടേംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിക്രീസിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡിക്രീസിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ നേരത്തെ ഗ്രോത്ത് ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞു. ഓക്കെ, നമുക്ക് ശരിക്കും ഇത് നെഗറ്റീവ് ഈ ഒരു സ്ലോപ്പ് അല്ല, ഇതിനെക്കാട്ടി കറക്റ്റായി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആക്സിസിൽ നമ്മുടെ ടൈമും, ഓക്കെ, ഇത് ടൈമും ദെൻ ഇവിടെ കറണ്ട് കൊടുക്കുന്നത് വെച്ചോളൂ. ഓക്കെ, കറണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഗ്രോത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രോത്ത് ഈ ഡയറക്ഷനിൽ വരയ്ക്കണേ. ഓക്കെ, ഇത് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. എക്സ്പോണൻഷ്യൽ തന്നെയാണ്. ഓക്കെ, ഒരു മൈനസ് ഇതിൽ വരുന്നുണ്ട്, എക്സ്പോണൻഷ്യൽ അങ്ങനെ വരുന്നത്. ഓക്കെ, എക്സ്പോണൻഷ്യൽ തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ ഡി കെ എങ്ങനെ വരയ്ക്കും, ഇതാണ് നമ്മുടെ I0 വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം വാല്യൂ I0 എന്ന് പറയുന്നത്. അപ്പോൾ ഡി കെ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന്
ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത് ഡി കെ സംഭവിക്കുന്നത്. ഇതെന്താണ് ഡി കെ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരച്ച് നിർത്തുമ്പോൾ ഈ ഗ്രാഫ് കൂടി പ്ലോട്ട് ചെയ്ത് വേണം നിർത്താനായിട്ട്. കറണ്ടും ടൈമും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രോത്തിൻ്റെയും ഡി കെയുടെയും ഗ്രാഫ് നമ്മളവിടെ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാല്യൂ ഫോർ ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് ഡി കെ ഓഫ് കറണ്ട് ഇൻ എൽ ആർ സർക്യൂട്ട്. ഓക്കെ, എൽ ആർ സർക്യൂട്ട്. അപ്പോൾ ഇതെന്ത് ചെയ്തു നമുക്കവിടെ ഒരു ഇൻഡക്ടറും ദെൻ അതുപോലെ തന്നെ ഒരു റെസിസ്റ്ററും വെച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സർക്യൂട്ട് അവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ദെൻ അതിൻ്റെ വാല്യൂസ് വെച്ച് എന്ത് എക്സ്പെരിമെൻറ്റിലൂടെ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വി ക്യാൻ സ്റ്റഡി ദ ഗ്രോത്ത് ആൻഡ് ഡി കെ ഓഫ് എൽ ആർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എൽ ആർ സർക്യൂട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എൽ ആറിൻ്റെ ഗ്രോത്തും പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഡി കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സി ആർ സർക്യൂട്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സി ആർ സർക്യൂട്ട് എന്നറിയാമോ കപ്പാസിറ്ററും തന്നെ അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റേഴ്സും കൂടി വരുന്ന സർക്യൂട്ട്സാണ് എന്ത് പറയുന്നത് റെസിസ്റ്റേഴ്സ് കൂടി വരുന്ന സർക്യൂട്ട്സാണ് നമ്മളവിടെ സി ആർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സി ആർ സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.